ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്നത്. ഇപ്പോൾ പെർസെൻറ്റേജിലെ ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മൾ പെർസെൻറ്റേജ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻസ് കൂടുതൽ ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അധികം കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ അതിൻ്റെ ആൻസർ കണ്ടെത്താം, അതിന് ചില ട്രിക്സ് ഉണ്ട്. അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യം തന്നെ നോക്കിയാൽ എന്താണ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജിൻ്റെ സിമ്പൽ ഇതാണ് അല്ലേ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1/100 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു x/100 ആയിരിക്കും. എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈ എന്നാലോ? ഓഫ് വൈ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? x/100 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു വൈ ഇതാണ്. അതായത് എന്താ? xy/100 കണ്ടോ. എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈ എന്നാൽ xy/100 അങ്ങനെയാണെങ്കിൽ വൈ പെർസെൻറ്റേജ് ഓഫ് എക്സോ എന്തായിരിക്കും? y/100 ഇൻറ്റു എക്സ് അല്ലേ. നോക്കിക്കേ, ഇതിനെ നമുക്ക് xy എന്ന് എഴുതാമല്ലോ. xy/100 തന്നെയായിരിക്കും അല്ലേ. xy/100 അല്ലേ. y ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ x ഇൻറ്റു വൈ തന്നെ. അപ്പോൾ നോക്കിയേ കണ്ടോ, എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈ എന്ന് പറഞ്ഞാലും വൈ പെർസെൻറ്റേജ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും xy/100 തന്നെയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാലോ? 21% ഓഫ് 150. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? 21/100 ഇൻറ്റു 150 അല്ലേ. പിന്നെ എന്തൊക്കെയാണ് ഇങ്ങനെ ക്യാൻസൽ ചെയ്യും അല്ലേ. 5 ഇൻറ്റു 3 5 ഇൻറ്റു 2 പിന്നെ 21 ഇൻറ്റു 3 എത്ര വരും? 63 വരും. /2 ഈക്വൽ ടു എത്ര വരും? 31.5. ഇതായിരിക്കും 21% ഓഫ് 150 എന്നതിൻ്റെ ആൻസർ. ഇനി ഇത് നമുക്ക് കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഈസി ആയി ചെയ്യാമെന്ന് നോക്കിയാലോ. അതിനായി ആദ്യം കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഏതൊരു നമ്പർ ആണെങ്കിലും അതിൻ്റെ ചില പെർസെൻറ്റേജ് വാല്യൂസ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് 100%, പിന്നെ എന്താ 10%, അടുത്തത് 1%, പിന്നെ ഏതാ 50%, അടുത്തത് 25%, ഇനിയുള്ളത് 5%. നോക്കിക്കേ, ഇത്രയും പെർസെൻറ്റേജ് വാല്യൂസ് നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഒരു കാൽക്കുലേഷൻ്റെയും ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ, ഒരു 400 എന്നൊരു നമ്പർ. ഈ നമ്പറിനെ 100% എങ്ങനെ കണ്ടെത്താം? ഏത് നമ്പറിൻ്റെ ആണെങ്കിലും 100% എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ 400ന് 100% ഈസ് ഈക്വൽ ടു എത്ര വരും? 400 തന്നെ വരും. അങ്ങനെയാണെങ്കിൽ 10% എങ്ങനെ കണ്ടുപിടിക്കാം? 10% 100നെ 10 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ്സ് പ്ലേസിലെ ഡിജിറ്റിൻ്റെ ഇപ്പുറത്തൊരു ഡെസിമൽ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഡെസിമൽ ഇട്ട് കൊടുക്കുമ്പോൾ 100 10 ആവുന്നില്ലേ. അതുപോലെ തന്നെ ഈ 400 എന്നുള്ളതിൻ്റെ ഇവിടുത്തെ ഒരു ഡിജിറ്റ് മാറ്റി ഇവിടെ ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായി? 40 ആയി അല്ലേ. അപ്പോൾ 10% എന്തായിരിക്കും? 40 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും 1%? ഈ 100നെ 1 ആക്കാൻ എന്ത് ചെയ്യണം? 2 പൊസിഷൻസ് അല്ലേ. യൂണിറ്റ്സ് പ്ലേസ് 10s പ്ലേസും മാറ്റി ഇവിടെ ഒരു ഡെസിമൽ ഇട്ടാൽ അത് 1 ആയി. അങ്ങനെയാണെങ്കിൽ 400നെയും നമുക്ക് അങ്ങനെ തന്നെ ചെയ്താൽ പോരെ. 400ൻ്റെ 2 പ്ലേസ് മാറ്റി ഒരു ഡെസിമൽ ഇട്ടു, എന്ത് വരും? 4.00 അതെന്ന് പറഞ്ഞാൽ 4 തന്നെ. അപ്പോൾ 1% എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി 50% നോക്കി. 100% നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 50% കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? /2 എടുത്താൽ മതി അല്ലേ. 400ൻ്റെ /2 എത്ര വരും? 200 വരും. 25% അപ്പോൾ എത്രയായിരിക്കും? ഒന്നില്ലെങ്കിൽ 50യുടെ പകുതി എടുക്കാം, അല്ലെങ്കിൽ 100% നമുക്കറിയാമല്ലോ. 100%നെ /4 അല്ലേ. /4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 25% കിട്ടും. അപ്പോൾ എന്ത് വരും? 400/4 എന്താ? 100. ഇനി 5% എങ്ങനെ കണ്ടെത്താം? 10% നമുക്ക് കണ്ടെത്താം. എങ്ങനെയാ? ഒരു ഡെസിമൽ മാറ്റി ഒരു കുത്തിട്ടാൽ മതി അല്ലേ. അപ്പോൾ 40 എന്നുള്ളത് 10 ആണെങ്കിൽ 5 എന്നുള്ളത് എത്രയായിരിക്കും? 20 ആയിരിക്കും. കണ്ടോ, ഇത്രയും വാല്യൂസ് നമുക്ക് വളരെ ഈസി ആയിട്ട്, ഇതിപ്പോൾ ഞാൻ പറയാൻ ഇത്രയും സമയം എടുത്തെങ്കിലും നമുക്കൊരു നമ്പർ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരും. 100% ഫുൾ നമ്പർ എടുക്കുക, 10% ഒരു ഡിജിറ്റ് മാറ്റി ഒരു ഡെസിമൽ ഇടുക, കണ്ടോ 1% 2 ഡിജിറ്റ് മാറ്റി ഡെസിമൽ ഇടുക. ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരണം. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് പെട്ടെന്ന് തന്നെ പെന്നും പേപ്പറും ഉപയോഗിക്കാതെ നമുക്ക് ചിന്തിച്ച് തന്നെ ആൻസർ സെക്കൻഡുകൾ കൊണ്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 21% ഓഫ് 150. ഇതേത് ക്വസ്റ്റ്യനാണ്? ഇത് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ. എന്നിട്ട് നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? 31.5 എന്ന് ആൻസർ കിട്ടിയിരുന്നു അല്ലേ. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ എങ്ങനെ നമ്മുടെ പെർസെൻറ്റേജ് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ നോക്കിയാലോ. 21% എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 20 + 1 അല്ലേ. അതായത് 20% + 1% ആയിരിക്കും 21% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 20% എത്രയാ? 20% എത്രയെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 10% നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. 15
അതായത് ഒരു ഡെസിമൽ മാറ്റി ഒരു പോയിന്റ് ഇട്ടാൽ പിന്നെ എന്ത് വരും 15. അപ്പോൾ 15 ആയിരിക്കും 10%. അങ്ങനെയാണെങ്കിൽ 20% എത്ര വരും? 30 ആയിരിക്കും 20% എന്ന് പറയുന്നത്. പ്ലസ് 1% കണ്ടില്ലേ, 2 ഡെസിമൽ മാറ്റി ഒരു പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ എത്രയാണ് 1% എന്ന് പറയുന്നത്? 1.5 ആയിരിക്കും 1%. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 21% അല്ലേ? ഇത് തമ്മിൽ ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ എന്ത് വരും? 31.5. കണ്ടോ, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലേ, 21/100 × 150 എന്നൊക്കെ എഴുതി കണ്ടുപിടിച്ച് അതേ ആൻസർ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ. ഇതിങ്ങനെ ഒന്നും എഴുതി ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഈ 150 എന്നുള്ളൊരു നമ്പറിലേക്ക് മാത്രം നമ്മൾ നോക്കാവുള്ളൂ. എന്നിട്ട് 20% എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം 15, 10%, 20%, 30 വന്നു കഴിഞ്ഞു. അടുത്തത് 1% എന്ന് പറയുമ്പോൾ തന്നെ 1.5 അത്രയേ ഉള്ളൂ. പിന്നെ അത് മനസ്സിൽ തന്നെ പെട്ടെന്ന് കണക്ക് കൂട്ടുക, എഴുതുക, ആൻസർ എഴുതുക. 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് കൊണ്ട് നമ്മൾ ആൻസർ എഴുതിയിരിക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 48% ഓഫ് 350. 48% നമുക്ക് എങ്ങനെ എഴുതാം? 50% മൈനസ് 2% അല്ലേ. 50% എങ്ങനെ കണ്ടുപിടിക്കാം? 100%/2. 100% എന്താ? 350. 350യുടെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 175 അല്ലേ. മൈനസ് 2%. 1% എത്രയാ? 3.5. 2% എന്ന് പറയുമ്പോൾ 3.5 പ്ലസ് 3.5 എന്ത് വരും? 7 വരും. അപ്പോൾ 175 മൈനസ് 7 എത്ര വരും? 168. കണ്ടോ, ആൻസർ കിട്ടി. 93% ഓഫ് 400. ഇതെങ്ങനെ കണ്ടെത്താം? 93% നമുക്ക് എങ്ങനെ എഴുതാം? 100% മൈനസ് 7% എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 400 നോക്കിയാൽ 100% എന്ന് പറഞ്ഞാൽ 400 മൈനസ് 7% അല്ലേ. 7% എങ്ങനെ കണ്ടെത്താം? 1% എത്ര വരും? 4 വരും. അപ്പോൾ 7% എത്രയായിരിക്കും? 7 × 4 എത്ര വരും? 28 വരും. ആൻസർ എത്ര കിട്ടും? 372. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 16% ഓഫ് 10. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഒന്ന് നോക്കിക്കേ. 16% ഓഫ് 10. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓർക്കും 16 നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 10 + 6% എന്ന് എഴുതാം അല്ലേ. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരിക്കില്ലേ 10% ഓഫ് 16 ആക്കുന്നത്? കാരണം നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടിരുന്നു x% ഓഫ് y തന്നെയായിരിക്കും y% ഓഫ് x എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 16% ഓഫ് 10 എന്ന് പറയുന്നത് എന്തായിരിക്കും? 10% ഓഫ് 16 തന്നെ ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് കണക്ക് കൂട്ടേണ്ട കാര്യമില്ല അല്ലേ. 10% നമുക്ക് എങ്ങനെ കണ്ടെത്താം? ജസ്റ്റ് ഒരു പോയിന്റ് മാറ്റി ഒരു ഡെസിമൽ ഇട്ടാൽ മതി. അപ്പോൾ ആൻസർ എത്ര വരും? 1.6 എന്ന് വരും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 24% ഓഫ് 50. ഇതും നമുക്ക് വേണമെങ്കിൽ 20 + 4% എന്നൊക്കെ എടുക്കാം. പക്ഷേ ഇങ്ങനെയാണെങ്കിലോ 50% ഓഫ് 24 എന്നാണെങ്കിലോ 50% ഓഫ് 24 എന്ന് എഴുതിയാലോ? അപ്പോൾ എന്ത് എളുപ്പമാണ് അല്ലേ. 100% എന്ന് പറയുന്നത് 24. അപ്പോൾ 50% എത്രയായിരിക്കും? 12 ആയിരിക്കും. മനസ്സിലായോ? ഇനി അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. 44% ഓഫ് 2500. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? അപ്പോൾ നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ പെർസെൻറ്റേജിന് തമ്മിൽ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും നമ്മൾ? 2500% ഓഫ് 44 എന്ന് എഴുതണോ? അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഈ 25നെയും 44നെയും മാത്രം ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? 25% ഓഫ് 4400 എന്ന് വരും അല്ലേ. അങ്ങനെ വരാൻ കാരണം എന്താ? സിമ്പിളാണ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. x% ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താ? xy/100 ആണ്. അതുപോലെ തന്നെ y% ഓഫ് x എന്ന് പറഞ്ഞാൽ yx/100 ആണ്. രണ്ടും സെയിം തന്നെ. അപ്പോൾ എല്ലാം തമ്മിൽ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. വൈയും എക്സും തമ്മിൽ തിരിച്ച് ചെയ്താലും മറിച്ച് ചെയ്താലും എല്ലാം വാല്യൂ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ. അപ്പോൾ നമ്മൾ ഈ 44ഉം 25ഉം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തെന്ന് വിചാരിച്ച് വാല്യൂവിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നോക്കി, ഇനി എന്താ എളുപ്പമായില്ലേ? 25% എങ്ങനെ കണ്ടെത്താം? 100% എന്ന് പറയുന്നത് 4400 ആണെങ്കിൽ 25 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? /4 ചെയ്താൽ പോരെ. 100/4 ആണല്ലോ 25. അങ്ങനെയാണെങ്കിൽ 4400/4 എത്ര വരും? 1100 വരും. ഇതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇനി വേറെ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്തേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 110% ഓഫ് 52. ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടെത്താം? നോക്കിക്കേ. ഇത് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. 110% എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 100% + 10% അല്ലേ. 100% എത്രയാ? 52. 10% എത്രയാ? 5.2.
ആൻസർ എത്ര വരും? 57.2. അപ്പോൾ ഇനി പെർസെൻറ്റേജിൻ്റെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും പെൻ ഉപയോഗിച്ച് നമ്മുടെ സമയം കളഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇത്രയും പെർസെൻറ്റേജ് വാല്യൂസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആൻസർ കണ്ടെത്തണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി പെർസെൻറ്റേജിൻ്റെ കൂടുതൽ ട്രിക്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്